പ്രതിഷേധങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ പുല്ലുവിളയിലെ വീട്ടിലെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി ഇ.വി. അബ്ദുൾ ഗഫൂറും ഇന്ന് രാവിലെ 10:45ഓടെയാണ് മന്ത്രിമാരും വിഴിഞ്ഞം എം.എൽ.എ. എം. വിൻസെന്റും അടക്കമുള്ളവർ വീട്ടിലെത്തിയത്. ജോണിനെ കാണാതായി 11 ദിവസങ്ങൾക്ക് ശേഷമാണ് മന്ത്രിമാർ വീട്ടിലെത്തുന്നത്. മത്സ്യത്തൊഴിലാളികളെ കാണാതായ വിഷയത്തിൽ സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ആഞ്ഞടിച്ച് ജോണിന്റെ മക്കൾ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിമാരുടെ സന്ദർശനം. മന്ത്രിമാർക്ക് മുന്നിൽ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ജോണിന്റെ കുടുംബം ഉന്നയിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ അപകടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടുത്താൻ കൃത്യമായ സംവിധാനമില്ലെന്ന് ജോണിന്റെ മകൻ ജിനിൽ പറഞ്ഞു. കടലിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് വൈകി വരുന്നത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. 1 മണിയോടെയായിരുന്നു പപ്പ കടലിൽ പോയത്. 2 മണിക്കാണ് മുന്നറിയിപ്പ് സൈറ്റിൽ വന്നത്. 4 മണിക്കായിരുന്നു സൈറൻ മുഴങ്ങിയത്. ഈ സമയം പപ്പ കടലിൽ എത്തിയിരുന്നുവെന്നും ജിനിൽ പറഞ്ഞു. കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ പലപ്പോഴും വീഴ്ച സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ കാറ്റ് വീശിയില്ല. മുന്നറിയിപ്പിന്മേലുള്ള വിശ്വാസ്യതയെയാണ് ബാധിക്കുന്നതെന്നും ജിനിൽ കൂട്ടിച്ചേർത്തു. കുടുംബത്തിന് നഷ്ടപ്പെട്ടത് വിലപ്പെട്ട ജീവനാണെന്നായിരുന്നു സന്ദർശനത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. പ്രതീക്ഷ കൈവിടാതെ തന്നെ സർക്കാർ തിരച്ചിൽ നടത്തുകയാണ്. നിലവിൽ കോസ്റ്റ് ഗാർഡിന് പരിമിതികളുണ്ട്. അതിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കും. മറൈൻ ആംബുലൻസിന്റെ അലൈൻമെന്റിലും പ്രശ്നമുണ്ട്. അപകടം നടന്ന ഉടനെ തിരച്ചിൽ നടത്താൻ കേന്ദ്ര സർക്കാരുമായി ഇടപെടൽ നടത്തുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധിക്ഷേപ പരാമർശത്തിലും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. മുഖ്യമന്ത്രി ഒരിക്കലും തീരദേശ മേഖലയെ അവഹേളിച്ചിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തീരദേശ മേഖലയുമായി ഏറ്റവും അടുപ്പമുള്ള ആളാണ് മുഖ്യമന്ത്രിയെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. രാമേശ്വരം ഭാഗത്തേക്കുള്ള തിരച്ചിലിന് നിർഭാഗ്യവശാൽ അനുമതി കിട്ടിയിട്ടില്ലെന്നാണ് ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂർ പറഞ്ഞത്. SOP 2 ആഴ്ചയ്ക്കുള്ളിൽ പുറത്തിറങ്ങും. ഫിഷറീസ് വകുപ്പ് പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസ് ചെയ്യും. 2-വേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാനുള്ള ചർച്ചകൾ നടന്നുവരികയാണ്. കാലാവസ്ഥാ പ്രവചനങ്ങൾ കുറച്ചുകൂടി കൃത്യതയാർന്നതാക്കാൻ ശ്രമിക്കും. മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും അബ്ദുൾ ഗഫൂർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുല്ലിരുട്ട. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട. പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.